നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാൽ പിന്നെ ഇന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാമല്ലേ. അപ്പോൾ അതാ കുറച്ച് ചിക്കൻ മേടിച്ചിൻ്റെ ബാക്കി ഞാൻ എടുത്ത് വെച്ചതായിരുന്നേ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അത് മൂന്നും കൂടെ ചതച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഉപ്പിടാൻ മറക്കരുത്. ഞാൻ ഉപ്പിടാൻ മറന്നായിരുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇട്ടു. കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തു. ചട്ടി വെച്ചു. ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു. കടുകിട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇളക്കുക. ഇതിൽ ഉപ്പിടാൻ മറക്കരുത്. ഉപ്പിടണം. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കടുക് ഉപ്പിട്ടു. ഒന്നുകൂടെ ഇളക്കുക. ഇളക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫ്രിഡ്ജിലേക്ക് തിരുമ്മി കയറ്റി വെച്ച് ഇറച്ചിയെടുത്തു വെളിയിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് മൂത്ത് വന്ന ഉള്ളിയിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഈ ഇറച്ചിക്കറിയിൽ നമ്മൾ അധികം മസാലയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി രണ്ടും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. കരിഞ്ഞു പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ തിരുമ്മി മാറ്റി വെച്ച് നമ്മുടെ ചിക്കൻ എടുത്ത് ഇടുക. അതും നല്ലപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു കാര്യം, ഈ മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മൂപ്പിക്കുമ്പോൾ നമ്മൾ തീ കുറച്ചിട്ട് മൂപ്പിക്കുക കേട്ടോ. ഇല്ലേ കരിഞ്ഞു പോവും. അത് പ്രത്യേകിച്ച് പറഞ്ഞു തരുന്ന കാര്യമില്ലല്ലോ, അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് ഒരു കുറച്ച് വെള്ളം, അതായത് ചിക്കനൊന്ന് ഇച്ചിരി ഇതായി കിടക്കാൻ പാകത്തിനുള്ള ഒരു വെള്ളം ഇട്ട് കൊടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അത് മൂടി വെക്കണം. തീ കുറച്ചിട്ട് മൂടി വെക്കണം. തീ കുറച്ച് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. തീ കൂട്ടിയിട്ട് വേവിക്കരുത്. കാരണം വെള്ളം കുറച്ച് ലഭിച്ചിട്ടുള്ളൂ, അപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ തീ ശരിക്കും കുറച്ചിട്ട് നല്ലപോലെ കുറച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകി നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇതിലധികം മസാലയോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ചിക്കൻ മസാല ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. കുരുമുളക് പൊടിയോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ചിക്കൻ വെന്തോന്ന് ഞാനൊന്ന് കുത്തി നോക്കിയതായിരുന്നു കേട്ടോ. അപ്പം ചിക്കൻ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞായിരുന്നു കേട്ടോ. പക്ഷെ അത് കുഴപ്പമില്ല. അപ്പോൾ അതാ നമ്മൾ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചപ്പാത്തി ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തിയും ചിക്കനും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ ചപ്പാത്തിയും ചിക്കനും. അപ്പോൾ അതാണ്ടേ ഒരു ചപ്പാത്തിയൊക്കെ മുറിച്ച് കുറച്ച് ഗ്രേവിയൊക്കെ എടുത്ത് ആ ചിക്കൻ്റെ ഒരു ചെറിയ കഷ്ണമൊക്കെ ഒന്ന് എടുത്ത് ഇതാണ്ട. ആഹാ, കണ്ടില്ലേ, ചിക്കൻ്റെ കഷ്ണമൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു ചിക്കൻ കറി വേഗം ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ.